എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് നമുക്ക് കൊണ്ടുവരാം. ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധ്യമായ ചില കാര്യങ്ങൾ അവ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല. നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ? അതിൽ ഒരു ക്യാപ്ഷനുണ്ട്, നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക, പ്രലോഭനങ്ങളിൽ ഒരിക്കലും വീഴരുത്, അവ ചതിക്കുഴികളായിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയിലേക്കാണ് നാം പോകുന്നത്. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക, നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക. നിത്യജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നേരിടേണ്ടി വരും. അവയിൽ പലതും നമ്മളുടെ കണ്ണുകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ഒക്കെ കീഴടക്കുന്നതായിരിക്കും. അങ്ങനെ നാം ആ പ്രലോഭനങ്ങളിൽ വീണ് കഴിയുമ്പോൾ അത് പിന്നീട് വലിയ ചതിക്കുഴികളായി രൂപാന്തരപ്പെടും. അപ്പോഴായിരിക്കും നാം അറിയുന്നത് എല്ലാം ചതികളായിരുന്നു. ഓരോ ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് നമുക്ക് മുമ്പിൽ കാണിച്ച, നമ്മളെ ആകർഷിക്കാൻ ശ്രമിച്ച, നമ്മളെ പ്രലോഭിക്കാൻ ശ്രമിച്ച ആളുകളുടെ തന്ത്രങ്ങളായിരുന്നു ഇതൊക്കെ. നല്ലതിനെ മാത്രം സ്വീകരിക്കുക. നാം പ്രലോഭനങ്ങളിൽ വീണുപോയാൽ പിന്നീട് നാം ഒരു വലിയ ചതിക്കുഴിയിൽ വീഴുകയും നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകുകയും ചെയ്യും. പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ രണ്ട് തരത്തിലാണ് നഷ്ടം ഉണ്ടാകുക. ഒന്ന്, നമ്മൾ പ്രലോഭിപ്പിക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങളിൽ അടിമപ്പെട്ടു പോകും. അവരുടെ സ്വാർത്ഥതയും അവരുടെ ഗൂഢലക്ഷ്യങ്ങളും നമ്മളെ ചതിക്കുഴിയിലാക്കി അവർ നേടിയെടുക്കും, നമ്മളെ ചതിക്കുകയും ചെയ്യും. രണ്ടാമതൊരു കാര്യം സംഭവിക്കുന്നത്, നാം എന്തിനെയാണോ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഒഴിവാക്കിയത് അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ലത്. ഈ ചിത്രം അതിന് നൽകുന്ന നല്ലൊരു ഉദാഹരണമാണ്. ആത്മാർത്ഥതയും സ്നേഹവും നന്മയും സത്യവും നിങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രലോഭനങ്ങൾ ക്ഷണികങ്ങളായിരിക്കും, അവ നമുക്ക് യാതൊരു ഗുണവും നൽകുകയുമില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു വലിയ കയത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലായിരിക്കും പ്രലോഭനങ്ങൾ നടത്തുന്ന ആളുകൾ പിന്നീട് നമ്മളോട് ചെയ്യുന്നത്. അവരാദ്യം ചിരിക്കുകയും പിന്നീട് അവരുടെ ഭീകരമായ ആ യഥാർത്ഥ രൂപം നമ്മളെ കാണിക്കുകയും ചെയ്യും. നാം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കട്ടെ, അല്ലെങ്കിൽ നാം പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നത്. എല്ലാം തുറന്ന് കാണുക, എല്ലാം തുറന്ന് സംസാരിക്കുക. ആദ്യം കിട്ടുന്ന ചില കണ്ണിനെ മഞ്ഞളിക്കുന്ന ചില ഓഫറുകളും ചില പരിഗണനകളും അത് സൂക്ഷ്മതയോടെ നിങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. അവർ നിങ്ങളെ ചതിക്കുകയാണോ, അതോ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇത്രയും വലിയ തലത്തിലെത്തിച്ച ചില ആളുകളുണ്ട്. അവരോട് നന്ദികേട് കാണിക്കപ്പെടുകയും ചെയ്യരുത്. എല്ലാം തുറന്ന് നോക്കുക, എല്ലാം മനസ്സിലാക്കുക. പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. പ്രവർത്തിച്ചതിന് ശേഷമുള്ള ചിന്ത കുറ്റബോധം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. മുൻകൂട്ടി കാണുക, ദീർഘവീക്ഷണത്തോടെ ജീവിക്കുക. അല്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. നമുക്ക് പരാജയം സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും നന്മയായിരിക്കണം, സത്യമായിരിക്കണം, സമൂഹത്തിന് സേവനം നൽകുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കുകയില്ല, നാം വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങൾ തോൽക്കാൻ തയ്യാറാകാത്തോടത്തോളം കാലം, നിങ്ങളുടെ മനസ്സിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയുമില്ല. നിങ്ങൾ വിജയിക്കുകയും ചെയ്യും, അത് തീർച്ചയാണ്.